Okay. Encoding. Encoding practical libraries import and then from sklearn pre-processing import label encoder. So label encoder encoding label encoder scikit-learn pre-processing. Okay, pre-processing step encoding. Okay, so scikit-learn sklearn.preprocessing import label encoder import. Okay, അപ്പോൾ ഞാൻ ഇവിടെ random ആയിട്ട് ഒരു data എടുക്കുകയാണ്. ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റ which is equal to feature 1, feature 2, category 1, category 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ feature 1 ൽ എങ്ങനെയുള്ള values ആണ്? 0 to 100 എന്ന രീതിയിലാണ് values കൊടുത്തിട്ടുള്ളത്. 100 അല്ല 100 minus 1 എന്ന രീതിയിലായിരിക്കും. സോ ആ രീതിയിലാണ് values കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ feature 2 എന്ന് പറയുന്നത് random ആയിട്ടുള്ള values ആണ്. അപ്പോൾ ആ feature 2 ൽ എങ്ങനെയൊക്കെ വരാം? -1. ഇവിടെ ഞാൻ 0 ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്. ഇവിടെ ഞാൻ random ആയിട്ടുള്ള values കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം 0 നേക്കാളും കുറവായിട്ടുള്ള നെഗറ്റീവ് values അടക്കം ഇവിടെ ഈ feature 2 ൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ category 1 കൊടുത്തിട്ടുണ്ട്, category 2 കൊടുത്തിട്ടുണ്ട്. category 1 ൽ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? A, B, C. ഓക്കെ, അപ്പോൾ റാൻഡം ഡോട്ട് ചോയ്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും ആവാം. കാരണം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ഫ്രെയിം ആണ്. ആ ഡാറ്റ ഫ്രെയിമിൽ എനിക്ക് എന്താണ് എൻകോഡിംഗ്, ലാബൽ എൻകോഡർ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. സോ കാറ്റഗറി 2 ൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? XYZ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then ഞാൻ ഇതിന് എന്ത് ചെയ്തു? ഈ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഫോർമാറ്റിൽ എടുത്തു, കീ വാല്യൂ പെയർസ് ആയിട്ട് കൊടുത്തു, ആൻഡ് ദെൻ ഞാൻ pd.data ഫ്രെയിമിലേക്ക് ഈ ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടി ഈ ഡാറ്റ ഫ്രെയിം DF എന്ന് പറഞ്ഞ feature 1, feature 2, category 1, category 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഇതിന്റെ സൈസ് വരുന്നത്? 100 റോസ് 4 കോളംസ്. ഓക്കെ, 100 ആണ് ഇതിന്റെ റോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ df.columns ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. feature 1, feature 2, category 1, category 2 ഉണ്ട്. Okay, so before encoding, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുണ്ട്? Correlation. ഇവിടെ correlation heat mapലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് before encoding ആണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻകോഡിംഗ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹീറ്റ് മാപ്പിൽ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ, ഇവിടെ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ ഉണ്ട്. ഏത്? കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം. അപ്പോൾ നമുക്ക് ഹീറ്റ് മാപ്പിൽ കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് പ്രൂഫ് കാണിച്ചു തരുവാണ്. അതായത് plt.figure of fixed size എന്ന് കൊടുത്തു, ആൻഡ് ദെൻ ഹീറ്റ് മാപ്പിൽ df.core of, അതായത് കോറിലേഷൻ മെട്രിക്സ് വെച്ച് ഫിറ്റ് ചെയ്യാണ്. കളർ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്, ലൈൻ വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്, ആൻഡ് ദെൻ ടൈറ്റിൽ കൊടുക്കുകയാണ് കോറിലേഷൻ ഹീറ്റ് മാപ്പ് ബിഫോർ എൻകോഡിംഗ് എന്ന് കൊടുത്തു. ആൻഡ് ദെൻ plt.show കൊടുത്തപ്പോൾ ഇവിടെ കാണുന്നില്ല. കാരണം എന്താണ്? could not convert the string to float. ഞാൻ ആ സ്ട്രിങ്ങിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല, ഇവിടെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് ഈ ABC എന്ന് പറയുന്നത് എന്താണ്? കാറ്റഗറി 1, കാറ്റഗറി 2 ആണ്. കാറ്റഗറി 1ലും കാറ്റഗറി 2ലും ഉള്ള ഡാറ്റാസ് എങ്ങനെ? ടെക്സ്റ്റ് ഫോർമാറ്റിലാണ്. അപ്പോൾ അതിനെ എന്തിലേക്ക് മാറ്റാനുണ്ട്? ഫ്ലോട്ട്, ന്യൂമറിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇവിടെ എന്ത് ചെയ്യണം? എൻകോഡിംഗ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം ലേബൽ എൻകോഡിങ്ങിന്റെ കേസാണ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഓരോ കാറ്റഗറിക്കും ഓരോ വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? ലേബൽ എൻകോഡിംഗ് ആണ്. കാരണം ഓരോ ലേബൽസ് ആണ് ABC, ഇവിടെ ആണെങ്കിൽ XYZ. അപ്പോൾ അങ്ങനെ ഓരോ ലേബൽസിനും ഓരോ എൻകോഡിംഗ് മീൻസ് എൻകോഡിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓർഡിനൽ എൻകോഡിംഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഓർഡർ ഓർ റാങ്ക് ബേസ്ഡ് പറയാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല ഇതിന്റെ ഓർഡർ എന്താണ്. ഐ മീൻ റാങ്ക് ബേസ്ഡ് ആണ്. മീൻസ് ഓരോ വാല്യൂസിനും ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, A വരാം, B വരാം, C വരാം, അല്ലെങ്കിൽ Xും Yയും Zും ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ഞാനിവിടെ ലേബൽ എൻകോഡിംഗ് വെച്ചിട്ടാണ് ഞാനിവിടെ എൻകോഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് തന്നെ നമ്മൾ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തതിൽ തന്നെ sklearn.preprocessing നിന്നും ലേബൽ എൻകോഡർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കോഡ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഒരു വേരിയബിളിലേക്ക് label_encoder which is equal to label encoder of എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ label encoder of എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് df of category 1 encoder കൊടുത്തു, category 2 encoder എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ലേബൽ എൻകോഡറിൽ ഞാൻ ഈ കാറ്റഗറി 1 എൻകോഡറും കാറ്റഗറി 2 എൻകോഡറും കൊടുത്തപ്പോൾ ഈ കാറ്റഗറി 1 എൻകോഡറിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ലേബൽ അണ്ടർസ്കോർ എൻകോഡർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഓഫ് എന്ത് കൊടുത്തു? DF ഓഫ് കാറ്റഗറി 1 എന്ന് കൊടുത്തു. കാരണം ഈ വേരിയബിളിലാണല്ലോ ലേബൽ എൻകോഡർ ഓഫ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലേബൽ അണ്ടർസ്കോർ എൻകോഡർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഓഫ് DF ഓഫ് കാറ്റഗറി 1, അതായത് ആ ഒരു
DF of category 1 പറയുന്ന ആ കോളത്തിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്, എൻകോഡിങ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇത് എവിടെയും കൂടി കൊടുക്കാനുണ്ട്. കാറ്റഗറി 2 എന്താ ഉള്ളത്, XYZ ഉണ്ട്. അപ്പൊ അതിനും കൂടി ട്രാൻസ്ഫോം ചെയ്യണം ഉള്ളതുകൊണ്ട് ലേബൽ അണ്ടർസ്കോർ എൻകോഡർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ത് കൊടുത്തു, DF of category 2 എന്നും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് DF of category 1 എൻകോഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വാല്യൂസ് വന്നിട്ടുള്ളത്, 0 1 2 1 0 ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ABC ഫസ്റ്റ് ഏതൊക്കെയാണ്, ABCB ആണ്, ABCB. അപ്പൊ ഇവിടെ ABCBക്ക് എക്ക് എന്താണ് വാല്യൂ കൊടുത്തത്, 0. ബിക്ക് എന്താണ് കൊടുത്തിട്ട്, ABCB ആണ്. സോ A എന്ന് പറയുന്നത് 0, B 1 ആൻഡ് C എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്ക് 0, ബിക്ക് 1, സിക്ക് 2, അങ്ങനെയാണ് വാല്യൂ ഇവിടെ ഓരോ കാറ്റഗറിക്ക് ഓരോ വാല്യൂ എൻകോഡ് ചെയ്തിട്ട് അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 2 ഇവിടെ എന്തായിരിക്കും, C ആണ്. ഇവിടെ ഈ 95 96 97 എന്ന് പറയുന്നത് C ആണ്, അതാണ് 2 എന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി 2 എൻകോഡർ എന്ന് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് വന്നത്, ഫസ്റ്റ് 3x ആൻഡ് ദെൻ 2y ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ. അപ്പോ 3 0 2 1, അതായത് ഈ എക്സിനെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരുന്നത്, 0 ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എൻകോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3x പറയുമ്പോൾ 3 0 കൊടുത്തു, ആൻഡ് ദെൻ y എന്ന് പറയുന്നത് 1, z എന്ന് പറയുന്നത് എന്താണ് 2 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഈ ഒരു ഡാറ്റ ഫ്രെയിം ആണ് നിങ്ങൾക്ക് കാണിച്ചത്. അതായത് ആഫ്റ്റർ എൻകോഡിങ് ചെയ്തതിന്റെ ശേഷം ആ ഒരു ഡാറ്റ ഫ്രെയിമിൽ എന്തൊക്കെയുണ്ട് കോളംസ്, ഫീച്ചർ 1 ഉണ്ട്, ഫീച്ചർ 2 ഉണ്ട്, കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്, കാറ്റഗറി 1 എൻകോഡർ ഉണ്ട്, ആൻഡ് ദെൻ കാറ്റഗറി 2 എൻകോഡർ ഉണ്ട്. കാരണം ഞാൻ കോളം നെയിം ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിനെ എനിക്ക് ഡയറക്റ്റ് ഇനി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഹീറ്റ് മാപ്പിലേക്ക് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. കാരണം ഇപ്പോഴും എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതില്, കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ. കാറ്റഗറി 1നെ എൻകോഡ് ചെയ്തിട്ടുണ്ട് ഈ 2 കോളംസ്, പക്ഷെ ഇവിടെ എന്തുണ്ട്, കാറ്റഗറി 1ഉം കാറ്റഗറി 2 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഡ്രോപ്പ് ചെയ്ത് കളയാം, കാരണം ഇതിൽ എൻകോഡ് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യാണ്. DF ഡോട്ട് ഡ്രോപ്പ് ഓഫ് എന്ത് കൊടുത്തു, കോളം നെയിംസ് കൊടുത്തു. അതായത് കാറ്റഗറി 1 കാറ്റഗറി 2 കൊടുത്തു, ആക്സിസ് എന്ന് പറയുന്നത് 1 കൊടുത്തു. ആക്സിസ് 1 എന്ന് കൊടുക്കാനുള്ള റീസൺ എന്താണ്, കോളം വൈസ് ആണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്, അതാണ് ഞാൻ ആക്സിസ് 1 എന്ന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദെൻ ഞാൻ ആഫ്റ്റർ എൻകോഡിങ് കോറിലേഷൻ ഹീറ്റ് മാപ്പ്, അപ്പൊ ഞാൻ ഈ എൻകോഡിങ്ങിന് ശേഷമുള്ള ഹീറ്റ് മാപ്പ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഡാറ്റ ഫ്രെയിമിൽ ഇപ്പൊ എന്തില്ല, ഈ 2 കോളംസ് ഇല്ല, ഓൺലി ഫീച്ചർ 1 ഫീച്ചർ 2 ആൻഡ് കാറ്റഗറി 1 എൻകോഡർ ആൻഡ് കാറ്റഗറി 2 എൻകോഡർ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിനെ ഞാൻ ഹീറ്റ് മാപ്പിൽ കാണിക്കുമ്പോൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, PLT ഡോട്ട് ഫിഗർ ഓഫ് ഫിക്സ് സൈസ് കൊടുത്തു, ഹീറ്റ് മാപ്പിൽ DF ഡോട്ട് കോർ ഓഫ് എന്ന് കൊടുത്തു. അതായത് കോറിലേഷൻ മെട്രിക്സ് ഫിറ്റ് ചെയ്യാൻ ട്രൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. C മാപ്പ് കൂൾവാം ആണ്, അതായത് കളർ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർമാറ്റ് 0.2f പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസസ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വാല്യൂസ്, 0.01. ദെൻ ലൈൻ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈറ്റിൽ എന്താണ്, കോറിലേഷൻ ഹീറ്റ് മാപ്പ് ആഫ്റ്റർ എൻകോഡിങ് കൊടുത്തു, PLT ഡോട്ട് ഷോ ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില് ഓരോ കോളംസ് ആണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെ. ഫീച്ചർ 1 ഫീച്ചർ 2 കാറ്റഗറി 1 എൻകോഡർ കാറ്റഗറി 2 എൻകോഡർ ആണ്. അപ്പൊ ഇവിടെ ഒരേ കോളംസ് വരുന്നതിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്തായിരിക്കും, അത്രയും കോറിലേറ്റഡ് ആണ്. അപ്പോൾ ഒരേ കോളംസ് വരുന്നതാണ്, ഐ മീൻ ഫീച്ചർ 1 ഇവിടെ y ആക്സിസിൽ വരുന്നു, x ആക്സിസിൽ എന്താണ് ഫീച്ചർ 1 വരുന്നതിൽ മാത്രമാണ് ഈ 1 പറയുന്ന കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ബ്ലൂ കളറിൽ വരുന്നത്, ഒരു ഡാർക്ക് ബ്ലൂ ഇതിൽ വരുന്നത് എന്തായിരിക്കും, ആ കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു റിലേഷൻ ഇല്ല ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഒരു റിലേഷനും ഇല്ലാത്തൊരു, കാരണം ഈ ഒരു വാല്യൂസ് പറയുന്നത് നമ്മൾ റാൻഡം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു ഡിപ്പെൻഡൻസി ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെ. നമ്മൾ റാൻഡം ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഹീറ്റ് മാപ്പ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോറിലേറ്റഡ് ആണോ, ഐ മീൻ ആ കോളംസ് തമ്മിൽ ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റൊന്ന് കൂടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻകോഡിങ്ങിൽ ലേബൽ എൻകോഡിങ് വെച്ചിട്ടുള്ള ഇതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതേ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് എന്ത് വരുന്നത്, ഈ 1 ഹോട്ട് എൻകോഡിങ്, അതായത് 1 ഹോട്ട് എൻകോഡറോ അല്ലെങ്കിൽ 1 ഹോട്ട് എൻകോഡിങ്ങിന് പകരമായിട്ട് നമുക്ക് ഗെറ്റ് അണ്ടർസ്കോർ ഡമ്മീസ് യൂസ് ചെയ്തിട്ട് 1 ഹോട്ട് എൻകോഡിങ് ചെയ്യാം, അല്ലെ. പാൻഡാസ് ഫംഗ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ PD ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ ഡമ്മീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലേബൽ എൻകോഡറിന് പകരം ഇനി വേറെ ഓർഡിനൽ എൻകോഡിങ് വെച്ചിട്ട് ഓർഡിനൽ എൻകോഡർ ഓഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.